ഹലോ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനുള്ളത് ഡോക്കറിൽ വരുന്ന മറ്റൊരു ടൂളാണ് ഡോക്കർ കമ്പോസ്. അപ്പോൾ ഡോക്കർ കമ്പോസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ഡോക്കർ കമ്പോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ്, എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഡോക്കർ കമ്പോസ് നമ്മൾ പറയുമ്പോൾ ഡോക്കർ ഫയൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലേ. ഡോക്കർ ഫയൽ നമ്മൾ എന്തിനാണ് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തിനായിരുന്നു? നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലാണ്ട് നമ്മുടെ കസ്റ്റം ആപ്ലിക്കേഷൻ്റെ ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡോക്കർ ഫയൽ എഴുതിയായിരുന്നു അല്ലേ. ഡോക്കർ ഫയൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫയലാണ്, ജസ്റ്റ് ഒരു ഫയലാണ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എഴുതി നമ്മൾ എന്ത് ചെയ്തു, അതൊരു ഇമേജ് ബിൽഡ് ചെയ്തു. ആ ഇമേജ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെയ്നറായിട്ട് റൺ ചെയ്തു അല്ലേ. ആസ് ഓഫ് നോ നമ്മൾ ഇതുവരെ ലാസ്റ്റ് വരെ അല്ലേ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ എന്ത് ചെയ്തിരുന്നു, നമ്മൾ 2 കണ്ടെയ്നർ, ഒന്ന് പോസ്റ്റ്ഗ്രസ് SQLും അതുപോലെ നമ്മുടെ ജാങ്കോ ആപ്ലിക്കേഷനും 2 കണ്ടെയ്നർ നമ്മൾ എന്ത് ചെയ്തു, മാനുവലി നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഡോക്കർ റണ്ണ് അല്ലേ, നമ്മൾ -d ഡിറ്റാച്ച്ഡ് മോഡിൽ വേണം. അതുപോലെ അതിൻ്റെ പോർട്ട് നമ്മൾ മെൻഷൻ ചെയ്തു, അതിന് നെറ്റ്വർക്ക് മെൻഷൻ ചെയ്തു, വോളിയം, അതിന് എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, കമാൻഡ് ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു അല്ലേ. ഡോക്കർ റൺ -d -p അതുപോലെ പോർട്ട് നമ്മൾ മെൻഷൻ ചെയ്തു 8000, അത് മാപ്പ് ചെയ്തു റൈറ്റ്. അതുപോലെ എന്ത് ചെയ്തു, നെറ്റ്വർക്ക് വോളിയം മൗണ്ട് ചെയ്തു. അങ്ങനെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, മാനുവലി നമ്മൾ കമാൻഡ് ലൈൻ വഴിയാണ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കണ്ടെയ്നർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഡോക്കർ സ്റ്റോപ്പ് കമാൻഡ് ഉപയോഗിച്ചു. സ്റ്റോപ്പ് ചെയ്ത കണ്ടെയ്നർ റിമൂവ് ചെയ്യാനും ഡോക്കർ റിമൂവ് ഉപയോഗിച്ചു അല്ലേ. വീണ്ടും നമ്മൾക്ക് ആ ഒരു ഇമേജ് അല്ലാണ്ട് ഡോക്കർ ഫയൽ ബിൽഡ് ചെയ്യാൻ ഡോക്കർ ബിൽഡ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മാനുവലി ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കമാൻഡ് ലൈൻ വഴി നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് കമാൻഡുകളൊക്കെ നമ്മളിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കമ്പോസ് ആണ്. കമ്പോസ് മീൻസ് ജസ്റ്റ് ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. ഓക്കെ, ഡോക്കർ കമ്പോസ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്കർ ഫയൽ പോലെ തന്നെ മറ്റൊരു കോൺഫിഗറേഷൻ ഫയലാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫയൽ എന്താണ്, ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. കോൺഫിഗറേഷൻ ഫയൽ. അപ്പോൾ നമ്മൾ ഡോക്കർ ഫയലിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതിയ പോലെയല്ല നമ്മൾ എവിടെ എഴുതുന്നത്, കമ്പോസ് ഫയൽ എഴുതുന്നത്. കമ്പോസ് ഫയലിൽ നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും എന്ത് എഴുതുന്നത്, കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിക്കുന്നത്. ഓക്കെ, കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് എഴുതാൻ കാരണം എന്താണ്, നമ്മൾ ഇതിൽ എഴുതുന്നത് YAML ഫോർമാറ്റിലാണ്. ഓക്കെ, YAML ഗെറ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. YAML ഓക്കെ, YAML അല്ലാന്നുണ്ടെങ്കിൽ YML ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് YML എന്നൊക്കെ നമ്മളൊരു എക്സ്റ്റൻഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്തരം ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ YAML ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഓൾവേസ് എന്തായിരിക്കും, കീ വാല്യൂ പെയേഴ്സ് ആയിരിക്കും. ഒരു കീ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് രാജേഷ് എന്നുണ്ടെങ്കിൽ നെയിം എന്ന് പറയുന്നത് നെയിം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നെയിം 2 കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, രാജേഷ് എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, രാജേഷ്. അപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു കീ ആണ് റൈറ്റ്. അതിൻ്റെ വാല്യൂ എന്താണ്, രാജേഷ് എന്ന് പറയുന്നതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ കമ്പോസ് ഫയലിൽ കാര്യങ്ങളെല്ലാം എഴുതുന്നത് YAML ഫോർമാറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, ഇത് എന്തിനാണ് നമ്മളിങ്ങനെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലിയാണ് അല്ലേ. അതായത് കണ്ടെയ്നർ സ്റ്റോപ്പ് ചെയ്യുന്നു, കണ്ടെയ്നർ റിമൂവ് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, ഡോക്കർ റൺ എന്നുള്ള കമാൻഡിൻ്റെ കൂടെ നമ്മൾ നെറ്റ്വർക്കും വോളിയം എല്ലാതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ അത്യാവശ്യം കുറച്ച് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓട്ടോമേറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് കണ്ടെയ്നേഴ്സ് അപ്പാക്കുന്നതും അതുപോലെ തന്നെ ഒരു സിംഗിൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് എല്ലാതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിമൂവ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അത്തരം കാര്യങ്ങളൊക്കെ പോസിബിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഡോക്കർ റൺ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്കും വോളിയൊക്കെ മൗണ്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ടുള്ളൊരു വേയിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പോസ് ഫയലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ സെയിം ടൈം നമുക്ക് റൺ ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ്. ഓക്കെ, മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് മീൻസ് ഇപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത നമ്മളുടെ എന്താ പറയുക ജാങ്കോ ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇതിന് എത്ര കണ്ടെയ്നേഴ്സ് നമ്മൾ യൂസ് ചെയ്തു, 2 കണ്ടെയ്നറാണ് യൂസ് ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ്ഗ്രസ് നമ്മൾ
റൺ ചെയ്തു അല്ലേ, കണ്ടെയ്നർ റൺ ചെയ്തു. അതിനുശേഷം ജാങ്കോ നമ്മൾ എന്ത് ചെയ്തു, ഇമേജ് ക്രിയേറ്റ് ചെയ്തു, ജാങ്കോ നമ്മൾ റൺ ചെയ്തു. അങ്ങനെ രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ റൺ ചെയ്തത്. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ, രണ്ടോ അതിൽ കൂടുതലോ കണ്ടെയ്നേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ സെയിം ടൈം നമുക്ക് റൺ ചെയ്യുന്നത് എവിടെ പോസിബിളാണ്, കമ്പോസ് ഫയൽ ഉപയോഗിച്ചിട്ട് പോസിബിളാണ്. അപ്പോൾ ഇവിടെ ഈ കമ്പോസ് എന്ന് പറയുന്നത്, ഡോക്കർ കമ്പോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൂളാണ്. ഓക്കെ, കമ്പോസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു ടൂൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെർവറിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. സിമ്പിളാണ്, നമ്മൾ sudo apt get install ഡോക്കർ കമ്പോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ടൂൾ തന്നെ രണ്ടുണ്ട്, വേർഷൻ 1 ഉണ്ട്, വേർഷൻ 2 ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത്, വേർഷൻ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് sudo apt get install ഡോക്കർ കമ്പോസ്. ഓക്കെ, ഡോക്കർ കമ്പോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർഷൻ V2 ആണെന്നുണ്ടെങ്കിൽ V2 എന്നൊക്കെ മെൻഷൻ ചെയ്യാം. ഞാൻ ഇവിടെ ഡോക്കർ കമ്പോസിന് ഇൻസ്റ്റാൾ ചെയ്യും. കണ്ടോ, ഓൾറെഡി ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഡോക്കർ കമ്പോസ് ഈസ് ഓൾറെഡി ദ ന്യൂവസ്റ്റ് വേർഷൻ. അതായത് ഇന്ത്യയിൽ ഓൾറെഡി എന്തുണ്ട്, ഡോക്കർ കമ്പോസ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഡോക്കർ PS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആസ് ഓഫ് നൗ കണ്ടെയ്നേഴ്സ് ഒന്നും റണ്ണിങ് അല്ല അല്ലേ. ഡോക്കർ PS-a എടുത്ത് നോക്കിയാൽ അവിടെ ഒന്നുമില്ല, എല്ലാതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്ത് എല്ലാതും കളഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡോക്കർ കമ്പോസ് ഉപയോഗിച്ചിട്ട് അറ്റ് എ സെയിം ടൈം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അപ്ലിക്കേഷൻ്റെ ജാങ്കോ അപ്ലിക്കേഷനും അതുപോലെ പോസ്റ്റ്ഗ്രസ് രണ്ട് കണ്ടെയ്നേഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പോസ് ഫയൽ ഉപയോഗിച്ചിട്ട് ഞാൻ അപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറിയിലോട്ട് കയറാം. ഓക്കെ, CD പ്രൊജക്റ്റ് ഡയറക്ടറിയിൽ കയറി LS അടിച്ച് കഴിഞ്ഞാൽ കാണാം നമ്മൾ ജാവ പ്രൊജക്റ്റ് ചെയ്തു, ജാങ്കോ പ്രൊജക്റ്റ് ചെയ്തു, അതുപോലെ ഒരു 2 tier-ഉം ചെയ്തുതരുന്നു അല്ലേ. അപ്പോൾ CD 2 tier-ൽ ഞാൻ കയറുന്നുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ക്ലോൺ ചെയ്ത നമ്മളുടെ പ്രൊജക്റ്റ് റെപ്പോസിറ്ററി നമ്മുടെ സെർവറിലുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു ഡോക്കർ കമ്പോസ് ഫയൽ ഉണ്ട്. പക്ഷേ നമ്മൾ അത് വെച്ച് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഞാൻ എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഡോക്കർ കമ്പോസ് ഞാൻ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാനിവിടെ സ്ക്രാച്ച് മുതൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്കർ കമ്പോസ് .yml. ഈ YML എന്നുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കണേ. ഓക്കെ, ഡോക്കർ കമ്പോസ് YML ഞാനൊരു കമ്പോസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് വേർഷനാണ്. ഓക്കെ, നമ്മുടെ ഈ കമ്പോസ് ഫോർമാറ്റിൻ്റെ വേർഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 3.9 ഉണ്ട്, 3.8 ഉണ്ട്, 3 ഉണ്ട്, ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഡോക്കർ എഞ്ചിനാണ്, വളരെ ഓൾഡസ്റ്റ് ഡോക്കർ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കമ്പോസ് വേർഷൻ 1 ആയിരിക്കണം മേ ബി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഡിപ്പെൻഡൻസി കോൺഫ്ലിക്റ്റ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേർഷന് ഞാനൊരു 3.2 കൊടുക്കുന്നുണ്ട്, 3.8 വേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3.9 നിങ്ങൾക്ക് വേണ്ട വേർഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇൻഡൻറ്റേഷൻ. YAML ഏറ്റവും പ്രോപ്പറായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇൻഡൻറ്റേഷൻ മീൻസ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ നെക്സ്റ്റ് ലൈൻ ഞാൻ കൊടുക്കുന്നത് സർവീസസ് ആണ്. ഓക്കെ, സർവീസസ്. ഓക്കെ, സർവീസസിൻ്റെ അവിടെ നിന്ന് ഞാൻ എൻ്റർ അടിച്ചപ്പോൾ നമ്മുടെ കഴ്സർ എവിടെ വന്ന് നിന്നത് കണ്ടോ, ഇങ്ങോട്ടല്ല വന്നത്. ഓക്കെ, എവിടെ വന്നത്, കുറച്ചും കൂടി ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, കണ്ടോ. അതായത് ഈ 6ൻ്റെ താഴോട്ടാണ്, അതാണ് അതിൻ്റെ പ്രോപ്പർ ഇൻഡൻറ്റേഷൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. ഞാനിവിടെ കൊടുക്കേണ്ടത് നമുക്ക് എത്ര സർവീസ് മീൻസ് നമുക്ക് എത്ര കണ്ടെയ്നേഴ്സാണ് ഇവിടെ റൺ ചെയ്യേണ്ടത്, അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഈ സർവീസസിൻ്റെ അണ്ടറിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു ജാങ്കോയുടെ ഒരു കണ്ടെയ്നർ നമുക്ക് എന്തായാലും വേണം അല്ലേ. അതുപോലെ നമുക്ക് എന്തും കൂടെ വേണം, പോസ്റ്റ്ഗ്രസ് അല്ലേ. അപ്പോൾ ഞാനിവിടെ പോസ്റ്റ്ഗ്രസ് എന്നും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 സർവീസസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ജാങ്കോൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതണം. അതായത് നമ്മളിവിടെ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ കമ്പോസ് ഫയൽ ഇല്ലാതെ മുന്നേ എന്താ ചെയ്തിരുന്നത്, ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുന്നേ എങ്ങനെയാണ് റൺ ചെയ്തിരുന്നത്, ഡോക്കർ റൺ ഡിറ്റാച്ച്ഡ് മോഡിൽ വേണം അല്ലേ. പോർട്ട് നമ്മൾ എന്ത് ചെയ്യും, 8000 ജാങ്കോയുടെ ഡിഫോൾട്ട് പോർട്ട് നമ്മൾ മെൻഷൻ ചെയ്യും. അതുപോലെ കണ്ടെയ്നറിന് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണമെന്നെങ്കിൽ ഐഫൺ നെയിം എന്ന് പറയുന്ന ഫ്ലാഗ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, ജാങ്കോ എന്നുള്ള പേര് കൊടുക്കുന്നു. അതുപോലെ നമ്മൾക്ക് ഏത് നെറ്റ്വർക്കാണ് വേണ്ടത് ആ നെറ്റ്വർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മെൻഷൻ ചെയ്യുന്നു അല്ലേ. 2 tier നെറ്റ്വർക്ക് നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു നെറ്റ്വർക്ക് ഉണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു.
അല്ലേ? ഇനി എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഞാനിവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും നമ്മൾ കമാൻഡ് ലൈനിലാണ് കൊടുത്തിരുന്നത്. ഈ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഫയലിലോട്ട് അങ്ങോട്ട് മാറ്റി എഴുതുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജാങ്കോ. ഓക്കെ, അപ്പോൾ ജാങ്കോക്ക് നമ്മൾ ഏത് ഇമേജാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഓൾറെഡി നമ്മുടെ അടുത്ത് എന്തുണ്ട്, ഡോക്കർ ഫയൽ ഉണ്ട് അല്ലേ? ഈ ഡോക്കർ ഫയൽ ബിൽഡ് ചെയ്തിട്ട് കിട്ടുന്ന ഇമേജാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ബിൽഡ് എന്ന് കൊടുത്ത്, സോറി സ്മോൾ ലെറ്ററിൽ ബിൽഡ് എന്ന് കൊടുത്ത്. ഓക്കെ, ബിൽഡിൻ്റെ താഴെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ഇൻഡൻറ്റേഷൻ വരും. ഞാനിവിടെ കോണ്ടെക്സ്റ്റ്, അതായത് കോണ്ടെക്സ്റ്റ് മീൻസ് അതിരിക്കുന്ന സർഫസ്, അല്ലാണ്ട് ഏത് പാത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്താണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഡോക്കർ ഫയൽ ബിൽഡ് ചെയ്യാൻ എവിടെയാണ് ഇരിക്കുന്നത്. ഡോക്കർ ഫയൽ ഈ ഒരു കറണ്ട് ഡയറക്ടറിൽ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡോട്ട് ഇട്ടുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം, LS അടിച്ചു കഴിഞ്ഞാൽ കാണാം അല്ലേ, കമ്പോസ് ഫയൽ എവിടെയാണോ സെയിം ഡയറക്ടറി കണ്ടോ, ഈ 2 tier ജാങ്കോ ആപ്പ് എന്ന് പറയുന്ന സെയിം ഡയറക്ടറിയിലാണ് നമ്മുടെ ഡോക്കർ ഫയൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് ഇടുക, ഇതിൻ്റെ പോർട്ട് അല്ലേ, പോർട്ട്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. പോർട്ട് എത്ര ആയിരുന്നു, 8000 ആയിരുന്നു അല്ലേ. 8000 നമ്മൾ എങ്ങനെയായിരുന്നു, ഇതുപോലെ മാപ്പ് ചെയ്തായിരുന്നു. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, നെറ്റ്വർക്ക്സ് അല്ലേ. നെറ്റ്വർക്ക്സ് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഇതുപോലെ കൊടുത്തായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് ഉണ്ട് ഡോക്കറിൽ, ഡോക്കർ നെറ്റ്വർക്ക് LS ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കാണാം, കണ്ടോ 2 tier നെറ്റ്വർക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 tier നെറ്റ്വർക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ എന്ത് കൊടുത്തു, 2 tier നെറ്റ്വർക്ക്. ഓക്കെ, 2 tier നെറ്റ്വർക്ക് എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, പോർട്ട് കൊടുത്തു, നെറ്റ്വർക്ക് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എൻവയോൺമെൻറ്റ്സ് ആണ്. ഓക്കെ, എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ട് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ കഴിഞ്ഞ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഓൾറെഡി ഞാൻ ഒരു കമ്പോസ് ഫയൽ എഴുതിയിട്ടുണ്ട്. ഇതര കണ്ടോ, DB നെയിം മൈ പ്രൊജക്റ്റ്, DB യൂസർ എന്താണ്, മൈ യൂസർ ആണ്. ഇതെല്ലാം നമ്മൾ എവിടെ കണ്ടായിരുന്നു, settings.py പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ജാങ്കോൻ്റെ എൻ്റർ കോൺഫിഗറേഷൻസ് എഴുതിയിട്ടുള്ള settings.py. മൈ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ, സോറി മൈ ആപ്പാണോ നോക്കാതെ, മൈ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ settings.py എന്തുണ്ടായിരിക്കും, നമ്മുടെ ഡാറ്റാബേസിന് വേണ്ട എൻവയോൺമെൻറ്റ് വേരിയബിൾസ് കണ്ടോ, DB നെയിം, DB യൂസർ, DB പാസ്വേഡ്, DB ഹോസ്റ്റ്, DB പോർട്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എൻവയോൺമെൻറ്റിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട്. റൈറ്റ്, DB നെയിം. ഓക്കെ, DB നെയിം എന്ത് കൊടുക്കാം, മൈ പ്രൊജക്റ്റ് എന്നായിരുന്നു അല്ലേ, സെയിം തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് എന്തായിരുന്നു, DB യൂസർ, DB യൂസർ എന്തായിരുന്നു, മൈ യൂസർ. ഓക്കെ, മൈ യൂസർ. നെക്സ്റ്റ് DB പാസ്വേഡ്. ഓക്കെ, DB പാസ്വേഡ് എന്തായിരുന്നു, മൈ പാസ്വേഡ്, മൈ പാസ്വേഡ്. നെക്സ്റ്റ് DB ഹോസ്റ്റ് അല്ലേ, DBൻ്റെ ഹോസ്റ്റ് നമ്മൾ എന്തായിരുന്നു, ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ ആയിട്ട് കൊടുത്തായിരുന്നു. നമ്മൾ എന്താ കൊടുത്തിരുന്നത്, പോസ്റ്റ്ഗ്രസ് സർവീസ് എന്നായിരുന്നു. റൈറ്റ്, അതായത് നമ്മൾ ഡാറ്റാബേസ് കണ്ടെയ്നറിൻ്റെ ഹോസ്റ്റ് നെയിം നമ്മൾ എന്താ കൊടുത്തത്, പോസ്റ്റ്ഗ്രസ് സർവീസ് എന്നാണ്. അതായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം, പോസ്റ്റ്ഗ്രസ് സർവീസ് എന്ന് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഹോസ്റ്റ് നെയിമും പോസ്റ്റ്ഗ്രസ് സർവീസ് എന്നാവാൻ, എന്നാലേ ഇത് തമ്മിൽ കണക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അത് ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്തെന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് എന്തും കൂടെ കൊടുക്കണം, DB പോർട്ട്, അതായത് നമ്മുടെ അപ്ലിക്കേഷന് ഏത് പോർട്ടിലാണ് കണക്റ്റ് ആവേണ്ടതെന്നുള്ള ആ ഒരു പോർട്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 5432. അതായത് നമ്മുടെ പോസ്റ്റ്ഗ്രസിൻ്റെ പോർട്ടാണ് ഞാൻ നമ്മുടെ അപ്ലിക്കേഷനിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജാങ്കോക്ക് വേണ്ടി ചെയ്യാനുള്ളത് അല്ലേ. പോർട്ട് പറഞ്ഞു കൊടുത്തു, പ്രോപ്പറായിട്ട് ഏത് നെറ്റ്വർക്കിലാണ് ക്രിയേറ്റ് ആവേണ്ടത്, എൻവയോൺമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്തു, വേരിയബിൾസും പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഇനി എങ്ങോട്ട് ജമ്പ് ചെയ്യാം, നമ്മുടെ പോസ്റ്റ്ഗ്രസ് കണ്ടെയ്നറിൻ്റെ കോൺഫിഗറേഷനിലോട്ട് വരാം. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ഇതുപോലെ ബിൽഡ് കോണ്ടെക്സ്റ്റ് കൊടുക്കേണ്ടതുണ്ടോ, ഇല്ല. കാരണം നമ്മൾ പോസ്റ്റ്ഗ്രസ് ഡാറ്റാബേസിൻ്റെ ഇമേജ് നമ്മൾ എവിടെ നിന്നാണ് പുള്ളി ചെയ്ത് കൊണ്ടുവരുന്നത്, നമ്മൾ ഇമേജ് ആണ് കൊണ്ടുവരുന്നത്. ഓൾറെഡി ഇമേജ് എവിടെ ഉണ്ട്, ഡോക്കർ ഹബിലുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ പോസ്റ്റ്ഗ്രസ് എന്ന് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് എന്ന് കൊടുക്കാം. നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ലേറ്റസ്റ്റ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കണം, ഒരു പോർട്ട് കൊടുക്കാം. റൈറ്റ്, അതിൻ്റെ പോർട്ട് 5432. റൈറ്റ്, 5432 ഞാൻ ജസ്റ്റ് മാപ്പ് ചെയ്യുന്നുണ്ട്, 5432. അതുപോലെ നമുക്ക് എന്ത് കൊടുക്കാം, നെറ്റ്വർക്ക്.
ഓക്കെ, നെറ്റ്വർക്ക്സ് ഏത് നെറ്റ്വർക്കിൽ വേണമെന്ന്, 2 tier നെറ്റ്വർക്ക് അല്ലേ, 2 tier നെറ്റ്വർക്ക്. നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, എൻവിറോൺമെൻറ്റ്സ് അല്ലേ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻവിറോൺമെൻറ്റ്സ്. ഓക്കെ, എൻവിറോൺമെൻറ്റ് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് അപ്ലിക്കേഷൻ്റെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് എങ്ങനെയും കൊടുക്കാം. പക്ഷേ പോസ്റ്റ്ഗ്രസിൻ്റെ നമുക്കറിയാം അത് നമ്മളുടെ ഒഫീഷ്യൽ എന്താ പറയുക ഡോക്യുമെൻറ്റേഷനിൽ പറയുന്ന അത്ര കണ്ടോ, പോസ്റ്റ്ഗ്രസ് പാസ്വേഡ് ഇത് തന്നെ കൊടുക്കണം, പോസ്റ്റ്ഗ്രസ് യൂസർ, പോസ്റ്റ്ഗ്രസ് DB കണ്ടോ, ഈ രീതിയിൽ തന്നെ വേണം നമ്മൾ കൊടുക്കാൻ. ഞാനിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, പോസ്റ്റ്ഗ്രസ് DB. ഓക്കെ, പോസ്റ്റ്ഗ്രസ് DB എന്തായിരുന്നു, മൈ പ്രൊജക്റ്റ് അല്ലേ, മൈ പ്രൊജക്റ്റ് കണ്ടോ, DB നെയിം എന്താണ്, മൈ പ്രൊജക്റ്റ്. ഓക്കെ, അത് തന്നെയാണ് ഞാനിവിടെ കൊടുത്തത്, മൈ പ്രൊജക്റ്റ്. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, പോസ്റ്റ്ഗ്രസ് യൂസർ അല്ലേ, പോസ്റ്റ്ഗ്രസ് യൂസർ എന്തായിരുന്നു, മൈ യൂസർ. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ്ഗ്രസ് പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് നമുക്ക് എന്ത് കൊടുക്കാം, മൈ പാസ്വേഡ്. കണ്ടോ, മുകളിൽ ഞാൻ കൊടുത്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്, റൈറ്റ്. അതുപോലെ ഇനി പോർട്ട് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് ഡാറ്റാബേസിന് വേണ്ടിയിട്ട് പോസ്റ്റ്ഗ്രസ് DB യൂസർ അതിൻ്റെ പാസ്വേഡ് ഇത്രയും എന്താണ് ഇനഫാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റ എല്ലാം പെർസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വോളിയം കൂടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, വോളിയംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മളുടെ കയ്യിലൊരു വോളിയം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഡോക്കർ വോളിയം LS. ഓക്കെ, Nginx വോളിയം ഉണ്ട്, ആപ്പ് വോൾ എന്ന് പറയുന്ന ഈ ഒരു വോളിയം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആപ്പ് വോൾ. ഓക്കെ, ഇത് എങ്ങോട്ട് മൗണ്ട് ചെയ്യണം അതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മളുടെ ഈ വോളിയത്തിലോട്ട് നമുക്ക് എവിടെ നിന്നുള്ള ഡാറ്റകളാണ്, ഡാറ്റാബേസിൻ്റെ അണ്ടറിൽ എവിടെയാണോ ഡാറ്റകൾ സ്റ്റോർ ആവുന്നത് ആ ഒരു എൻ്റർ കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ബാക്കപ്പ് പോലെ, അല്ലാണ്ട് ഡാറ്റ പെർസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് മൗണ്ട് ചെയ്യുന്നത് അല്ലേ. അതായത് വാറിൽ ലിബ് ഉണ്ടായിരിക്കും, അവിടെ നമ്മളുടെ പോസ്റ്റ്ഗ്രസ് SQL ഡാറ്റ എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ടായിരിക്കും, റൈറ്റ്. ഇതല്ല വാർ ലിബ് പോസ്റ്റ്ഗ്രസ് SQL ഡാറ്റ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡാറ്റാബേസ് സർവീസിന് നമുക്ക് വേണ്ടത് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ഒരു ഇൻഡൻറ്റേഷൻ നോക്കണേ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ലൈനിലോട്ട്, അല്ലാണ്ട് ഫസ്റ്റ് ഏരിയയിലോട്ട് തന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, വോളിയംസ്. നമ്മളുടെ വോളിയംസ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, വോളിയംസിൻ്റെ നെയിം എന്തായിരുന്നു, ഓക്കെ, വോളിയംസ്. നമ്മളുടെ വോളിയം ആപ്പ് വോൾ എന്നാണ് അല്ലേ, ആപ്പ് വോൾ. ഓക്കെ, അത് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, നെറ്റ്വർക്ക്സ്. ഓക്കെ, നെറ്റ്വർക്ക്സിൻ്റെ പേരെന്തായിരുന്നു, 2 tier, റൈറ്റ്, 2 tier നെറ്റ്വർക്ക്. ഓക്കെ, 2 tier നെറ്റ്വർക്ക്. അത് രണ്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ മെൻഷൻ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, പയ്യെ നമ്മുടെ കമ്പോസ് ഫയൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഞാനത് സേവ് ചെയ്തു. ഓക്കെ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഡോക്കർ PS നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആസ് ഓഫ് നോ കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ല, റൈറ്റ്. നമ്മുടെ ഇവിടെ ഉള്ള ഒരു കണ്ടെയ്നർ ഇത് മേ ബി എക്സിറ്റ് ആയിട്ടുണ്ടാവണം. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം, കണ്ടോ, അത് ടൈം ഔട്ടാണ്, കാൺ ബി റീച്ച്ഡ് എന്നാണ്. ഞാൻ ഇനി ഇവിടെ ചെയ്യുന്നത് സിംഗിൾ കമാൻഡ്. ഓക്കെ, ഓൾറെഡി നമ്മൾ കമ്പോസ് എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ. ഇനി ഡോക്കർ റണ്ണൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ -d -p ഇങ്ങനെയൊന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഡോക്കർ കമ്പോസ് അപ്പ്, അതായത് കമ്പോസിലുള്ള കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, അപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ അത് ഡിറ്റാച്ച്ഡ് മോഡിൽ എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിൽ അത് റൺ ചെയ്യണം. ഇത്രയും കൊടുത്ത് ഞാൻ ജസ്റ്റ് റൺ അടിച്ചു. service.environment must be mapping. ഓക്കെ, അതായത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഡോക്കർ കമ്പോസ് ഫയൽ വന്ന് നോക്കിയാൽ നമുക്കറിയാം 2 tier നെറ്റ്വർക്ക്, ആപ്പ് വോൾ, വോളിയംസ് 5432. എന്താ ഇഷ്യൂ എന്ന് നോക്കാം. മസ്റ്റ് ബി സർവീസസ് ഡോട്ട് എൻവിറോൺമെൻറ്റ് മസ്റ്റ് ബി മാപ്പിംഗ്. ഓക്കെ, ജസ്റ്റ് ക്യാറ്റ് നമ്മളുടെ ഡോക്കർ കമ്പോസ് ഫയൽ നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ്
എന്താ പറയുന്നത്, എൻവയോൺമെൻറ്റ് മസ്റ്റ് ബി എ മാപ്പിംഗ്. അതായത് നമ്മളിവിടെ ഈ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ടല്ലോ, അതായിരിക്കണം ഇഷ്യൂ. മേ ബി അതുപോലെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. vi docker. ഓക്കെ, ഫൈൽ db name port db name. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ജസ്റ്റ് നമ്മുടെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് എഴുതാം. നമ്മുടെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. db user അതുപോലെ നമ്മളുടെ പാസ്വേഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, db host ഞാൻ ഇത് എല്ലാതും ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ അതുപോലെ താഴെയും കുറച്ച് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ട് അല്ലേ, ഇതും ഞാൻ എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. ഓക്കെ, നമുക്ക് ഈ ഒരു സിമ്പിളും വേണ്ട. ജസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ കമ്പോസ് ആപ്പ് -d ഒരു തവണ കൂടി റൺ ചെയ്യാം. സർവീസ് പോർട്ട് മസ്റ്റ് ബി എ മാപ്പിംഗ് കാറ്റ് docker compose.yml ports. ഓക്കെ, പോർട്സ്. ഓക്കെ, ഇവിടെ പോർട്ട് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതായിരിക്കണം ഇഷ്യൂ. താഴോട്ട് വരാം. പോർട്സ്. ഓക്കെ, സേവ് ചെയ്തു. update services dot must. നമുക്ക് എന്ത് ചെയ്യാം, കാറ്റ് ഡോക്കർ ഇൻഡൻറ്റേഷൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യാമൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഡൻറ്റേഷൻ പ്രോബ്ലം ആയിരിക്കും. ഓൺലൈൻ യാമൽ ചെക്കർ ഉണ്ടായിരിക്കും, അല്ലാണ്ട് വാലിഡേറ്റർ. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഫോർമാറ്റ് യാമൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ജസ്റ്റ് കോപ്പി ചെയ്തു. ഓക്കെ, മേ ബി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഇൻഡൻറ്റേഷൻ ഇഷ്യൂ കാണണം. ഡോക്കർ docker compose.yml. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഡോക്കർ കമ്പോസ് ആപ്പ്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ഇൻഡൻറ്റേഷൻ്റെ ഇഷ്യൂ ആയിരുന്നു അല്ലേ. ആട്രിബ്യൂട്ട് വേർഷൻ ഈസ് അബ്സൊല്യൂട്ട്ലി കണ്ടോ, ക്രിയേറ്റഡ് സ്റ്റാർട്ടഡ്. നമുക്ക് ഡോക്കർ PS നോക്കാം. ഡോക്കർ PS നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ജാങ്കോ ആപ്ലിക്കേഷനും അതുപോലെ നമ്മുടെ പോസ്റ്റ്ഗ്രസ് ഡാറ്റാബേസ് ഇവിടെ എന്തായിട്ടുണ്ട്, രണ്ട് കണ്ടെയ്നറും സെയിം ടൈം അപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ അപ്ലിക്കേഷന് ശരിക്കും അവൈലബിൾ ആയിരിക്കണം അല്ലേ. നമുക്കിവിടെ വരാം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ, നമുക്ക് നമ്മുടെ അപ്ലിക്കേഷന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ ഇതിന് വേണ്ട കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്തത് ഡോക്കർ കമ്പോസ് ഫയൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുത്തു. കാറ്റ് നമ്മുടെ കാറ്റിനേക്കാളും നല്ല രീതിയിൽ നമുക്കിങ്ങനെ കാണാം, VI ഉപയോഗിച്ചിട്ട് കാണാം. റൈറ്റ്, നമ്മൾ നമ്മുടെ വോളിയം പറഞ്ഞു കൊടുത്തു, വേർഷൻ പറഞ്ഞു കൊടുത്തു, സർവീസസ്, ജാങ്കോ, ബിൽഡ്, കോണ്ടെക്സ്റ്റ്, പോർട്ട്, നെറ്റ്വർക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തു. റൈറ്റ്, അപ്പോൾ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷന് വേണ്ടി നല്ല രീതിയിലൊരു ഡോക്കർ കമ്പോസ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് വേണ്ട കണ്ടെയ്നേഴ്സ് എന്തായി, ഇവിടെ അപ്പായി വന്നിട്ടുണ്ട്. ഇനി ഡോക്കർ PS വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കണ്ടെയ്നേഴ്സ് ആസ് ഓഫ് നൗ റണ്ണിങ് ആണ്. ഡോക്കർ കമ്പോസ് അടുത്തൊരു കമാൻഡാണ് ഡൗൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, ഇപ്പോൾ ഇതുവരെ സ്റ്റാർട്ടായിക്കൊണ്ടിരുന്ന നമ്മുടെ കണ്ടെയ്നേഴ്സ് എല്ലാം റിമൂവ് ആയി പോയിട്ടുണ്ട്. കണ്ടോ, ഒരു സിംഗിൾ കമാൻഡ് യൂസ് ചെയ്തപ്പോഴേക്കും.
ഡോക്കർ പി എസിൽ വന്നു കഴിഞ്ഞാൽ അതവിടെ കാണില്ല, ഡോക്കർ PS-A വന്നു കഴിഞ്ഞാലും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി അതെന്താവും, അവിടുന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടായിരിക്കും. ഡോക്കർ ഇമേജസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നമ്മുടെ ഇമേജസ് കാണാം. കണ്ടോ, 2-tier Django ആപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഇമേജ് ഉണ്ട്, അതുപോലെ പോസ്റ്റ്ഗ്രസിൻ്റെ ഇമേജ് ഒക്കെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, നമ്മുടെ ഇമേജസിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മളുടെ മുന്നേ നമ്മൾ ചെയ്ത LS അടിച്ച് കഴിഞ്ഞാൽ CDLS നമ്മളുടെ Django ട്രാവൽ ആപ്പും അതുപോലെ നമ്മളുടെ മറ്റേതെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു കമ്പോസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ട സർവീസസ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യേണ്ട പോർട്ടും എൻവയോൺമെൻറ്റ് വേരിയബിൾസും അതിൻ്റെ നെറ്റ്വർക്കും വോളിയം എല്ലാം അതിൽ തന്നെ ഒരു സിംഗിൾ കോൺഫിഗറേഷൻ ഫയൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ കമാൻഡുകൾ ഉപയോഗിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. ഓക്കെ.